നമസ്കാരം, സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാജി കുഞ്ഞുമോൻ. പ്രധാന വാർത്തകൾ. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് നമുക്ക് ആവശ്യമെന്ന് KD പ്രസേനൻ MLA. വളർന്നുവരുന്ന തലമുറയ്ക്ക് വേണ്ടി പരിസ്ഥിതി സംരക്ഷണം ഏറ്റെടുക്കേണ്ടത് സമൂഹത്തിന്റെ ആകെ ഉത്തരവാദിത്തമാണെന്നും KD പ്രസേനൻ. സാധാരണക്കാരുടെ മക്കൾക്കും ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാകുന്ന സാമൂഹ്യ സാഹചര്യമാണ് കേരളത്തിലുള്ളതെന്ന് PP സുമോദ് MLA. സാമൂഹ്യ പുരോഗതിക്ക് സന്നദ്ധ പ്രവർത്തകരുടെ പങ്ക് വിസ്മരിക്കാൻ കഴിയാത്തതാണെന്നും PP സുമോദ്. പാലക്കാട് മെഡിക്കൽ കോളേജിനെ തകർച്ചയിൽ നിന്നും തകർച്ചയിലേക്ക് നയിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ തുടരുന്നതെന്ന് മെഡിക്കൽ കോളേജ് പാരന്റ്സ് അസോസിയേഷൻ. മെഡിക്കൽ കോളേജിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പാരന്റ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ കലക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. വാർത്തകൾ വിശദമായി. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് നമുക്ക് ആവശ്യമെന്ന് KD പ്രസേനൻ MLA. നെറ്റ് സീറോ കാർബൺ കേരളം പദ്ധതിയുടെ ഭാഗമായുള്ള അങ്കൻ ജ്യോതി പദ്ധതിയുടെ കിഴക്കഞ്ചേരി പഞ്ചായത്ത് തല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു ഘട്ടത്തിൽ കാർബൺ ഡയോക്സൈഡിന്റെ വളരെ അമിതമായ ഉത്പാദനം ലോകത്താകെ നടന്നു. അതിന്റെ ഭാഗമായി അന്തരീക്ഷമാകെ തകർന്ന തരിപ്പണമായി. സ്വാഭാവികമായി കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് നമ്മൾ സാക്ഷിയാകേണ്ടതുണ്ട്. ഇത് കുറെ കൂടി മുന്നോട്ട് പോയാൽ മാനവരാശി മാത്രമല്ല സർവ്വജീവജാലങ്ങളും നശിക്കും. ഈ പ്രപഞ്ചം പരിപൂർണമായും പഴയതുപോലെ ഒരു കരിക്കട്ടയ്ക്ക് സമാനമായി മാറുന്നത്. അപ്പോൾ മരുഭൂമിയാവുക അല്ലെങ്കിൽ കരിക്കട്ടയ്ക്ക് സമാനമായ ഒരു ലോകത്തിന് സമാനമായ ഒരു ഗോളമായി ഈ ഭൂമി മാറുക എന്നത് നമുക്ക് ആലോചിക്കാൻ വേണ്ടി കഴിയില്ല. അതിലിരിക്കാൻ പരിശ്രമിക്കേണ്ട ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം മനുഷ്യരാണ്. കാരണം ഇത് ഉണ്ടാക്കുന്നത് മനുഷ്യരാണ്. ഈ പ്രപഞ്ചത്തിൽ മറ്റു തര ജീവജാലങ്ങൾ ഇപ്പോൾ വന്യമൃഗ ശല്യമെല്ലാം നമ്മൾ ചർച്ച നടത്തുമ്പോഴും അവരെല്ലാം ശല്യപ്പെടുത്തുന്നതിന് ഒരു പരിധി. അവർ ലക്ഷക്കണക്കിന് ആളുകളെ ഒരുമിച്ച് ശല്യപ്പെടുത്താൻ ഒരു വന്യമൃഗത്തിനും ശേഷിയില്ല, അതിന് കഴിയില്ല. പക്ഷെ നമ്മൾ ഒരാൾ വിചാരിച്ചാൽ ലക്ഷക്കണക്കിന് ആളുകളെ ശല്യപ്പെടുത്താൻ പറ്റും. നമ്മൾ പറയുന്ന അഭിപ്രായം ആരംഭത്തിലുള്ള ദ്രോഹങ്ങളാണ് മനുഷ്യർ ഈ നമ്മുടെ ജീവിതത്തിനിടയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടി പരിസ്ഥിതി സംരക്ഷണം ഏറ്റെടുക്കേണ്ടത് സമൂഹത്തിന്റെ ആകെ ഉത്തരവാദിത്തമായിരിക്കണമെന്നും KD പ്രസേനൻ പറഞ്ഞു. പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ അംഗൻവാടികൾക്ക് സൗര പാചക ഉപകരണങ്ങളും വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് V രാധാകൃഷ്ണൻ, PA വീര സാഹിബ്, രാജി കൃഷ്ണൻകുട്ടി, രതിക മണികണ്ഠൻ, സലീം പ്രസാദ്, അംബുജം പ്രകാശ്, R ഷീന, ബിനിത എന്നിവർ സംസാരിച്ചു. സാധാരണക്കാരുടെ മക്കൾക്കും ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കുന്ന സാമൂഹ്യ സാഹചര്യമാണ് കേരളത്തിലുള്ളതെന്ന് PP സുമോദ് MLA. മംഗലം പ്രദേശത്തെ വിദ്യാലയങ്ങളിൽ സൗജന്യ പഠന കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തരത്തിൽ കുട്ടികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ചടങ്ങ് സംഘടിപ്പിക്കുകയും ആ ചടങ്ങിൽ ഞാൻ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്കൊണ്ട് 2 വർഷം മുമ്പാണ്. സ്വാഭാവികമായും ഇത്തരമൊരു മനസ്സുണ്ടാകുക എന്നത് ചെറിയ കാര്യമാണ്. ആ മനസ്സുണ്ടാവുകയും ഈ പ്രവൃത്തിക്കാവശ്യമായ മുൻകൈ എടുക്കാൻ വേണ്ടി ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തയ്യാറാകും എന്നത് തന്നെയാണ് ഈ ചടങ്ങിൻ്റെ പ്രത്യേകത. ഒരുപക്ഷെ സുരേഷ് എന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഉൾപ്പെടെ അനുഭവിച്ച ജീവിത പ്രയാസങ്ങളാകാം. ഒരു പക്ഷേ സത്യമാണ് യാഥാർത്ഥ്യം. എനിക്ക് എൻ്റെ ഒരു ഓർമ്മയിൽ ഒരു ചിന്തയിൽ വരുന്നത് ഇത്തരമൊരു ഉദ്യമത്തിന് തുടക്കം കുറിക്കാൻ കാരണം, അല്ലെങ്കിൽ ഇതിന് തുടർച്ചയാകാൻ വേണ്ടി കാരണം, നമ്മുടെ ഒരു സ്കൂൾ വിപണി ഇപ്പോൾ ഒരു മാർക്കറ്റായി മാറിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്കൂളുകൾ തുറക്കുമ്പോൾ കുടുംബങ്ങൾക്ക് കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ളതുപോലെ സാഹചര്യമല്ല. പുത്തൻ ഉടുപ്പുകൾ വേണം, പുത്തൻ പുസ്തകങ്ങൾ വേണം, അതോടൊപ്പം തന്നെ വസ്ത്രം ഉൾപ്പെടെ ഒക്കെ പുതുതാണ്. കാലഘട്ടത്തിൻ്റെ മാറ്റമാണ്. നേരത്തെ പഴയ നോട്ട് ബുക്കിൻ്റെ ഏടുകൾ
തുന്നിക്കെട്ടി അല്ലെങ്കിൽ ഒരു ബാഗ് വാങ്ങിയാൽ അത് 3-4 കൊല്ലമൊക്കെ ഉപയോഗിക്കുന്ന സാഹചര്യം 2 പതിറ്റാണ്ട് മുമ്പ് 3 പതിറ്റാണ്ട് മുമ്പ് നമ്മുടെ കേരളത്തിൻ്റെ ഉൾപ്പെടെ സാമൂഹിക സാഹചര്യമായി. സാമൂഹിക പുരോഗതിക്ക് സന്നദ്ധ പ്രവർത്തകരുടെ പങ്ക് വിസ്മരിക്കാൻ കഴിയില്ലെന്നും PP സുമോദ് പറഞ്ഞു. വടക്കഞ്ചേരി 2 വില്ലേജ് അസിസ്റ്റന്റായ KK സുരേഷിന്റെ നേതൃത്വത്തിലാണ് അഞ്ചുമൂർത്തിമംഗലം ഗാന്ധി സ്മാരക UP സ്കൂൾ, മംഗലം GLP സ്കൂൾ, കിഴക്കേത്തറ GVM LP സ്കൂൾ എന്നിവിടങ്ങളിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. ചടങ്ങിൽ ആലത്തൂർ ഭൂരേഖ തഹസിൽദാർ മുരളി മോഹൻ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് അധ്യക്ഷയായിരുന്നു. K കുമാരൻ, K ഫാരിൽ, B ഷാജി, ബീന, A ഹക്കീം, M സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. പാലക്കാട് മെഡിക്കൽ കോളേജിനെ തളർച്ചയിൽ നിന്നും തകർച്ചയിലേക്ക് നയിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ തുടരുന്നതെന്ന് മെഡിക്കൽ കോളേജ് പാരന്റ്സ് അസോസിയേഷൻ. മെഡിക്കൽ കോളേജിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പാരന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മുന്നിൽ ധർണ നടത്തി. ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് രാജൻ ബാബു അധ്യക്ഷനായിരുന്നു. M ശശി, P ഷൺമുഖൻ, ഉണ്ണികൃഷ്ണൻ പള്ളത്ത്, AK ബിന്ദു, ജിത, ധനജയൻ, പ്രകാശൻ, വേണു എന്നിവർ സംസാരിച്ചു. പാരലായി ആരംഭിച്ചെങ്കിലും ഇപ്പോഴും 2 പേഷ്യന്റ് അല്ലെങ്കിൽ 3 പേഷ്യന്റ് മാത്രം അവിടെ അഡ്മിറ്റ് ചെയ്യുവാൻ തരത്തിലേക്ക് അവിടെ ഇപ്പോഴും, കാരണം ICUവിന്റെ നല്ല നിലവാരമുള്ള ICU ഉണ്ടാകണം. ഒരു മിനി ഓപ്പറേഷൻ തിയേറ്റർ കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല, വലിയ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടാവണം. എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ പാലക്കാട് ജില്ല എന്ന് പറയുന്ന പ്രദേശത്തെ പാവപ്പെട്ട രോഗം അനുഭവിക്കേണ്ടതായി വരുന്ന ആളുകൾ എവിടെ നിന്നും തൃശ്ശൂരേക്കും കോഴിക്കോടേക്കും കോയമ്പത്തൂരേക്കും ചികിത്സയ്ക്ക് പോകേണ്ട ഒരു സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ടെങ്കിൽ അതിന് ശാശ്വതമായ പരിഹാരം കാണുവാൻ ഈ ആശുപത്രിയുടെ പൂർണ്ണതയിലേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള സത്യം ഇവിടുത്തെ ഭരണാധിവർഗത്തിന് അറിയാം. എങ്കിലും അവർ എന്തുകൊണ്ടോ കണ്ണടച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വിമുഖത കാണിക്കുന്നതിനുള്ള സംശയം ഞങ്ങൾ ഇവിടെ പ്രേരിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇതിന് മാറ്റമുണ്ടാകണം. ഇവിടുത്തെ നമുക്കറിയാം, ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ് കടന്നു വരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് LDFന്റെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. കണ്ണമ്പ്ര പുളിങ്കൂടത്ത് നടത്തിയ ആഹ്ലാദ പ്രകടനം CPIM ഏരിയ സെക്രട്ടറി T കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു പ്രതിപക്ഷമായി ഇന്ത്യ മുന്നണി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം മാറുന്നു. ഇനി പഴയതുപോലുള്ള ഒരു ഇതിലേക്ക് പോകാൻ BJPക്ക് കഴിയില്ല. അപ്പോൾ ഭരണത്തിൻ്റെ കാര്യത്തിൽ ശക്തമായ പ്രതിപക്ഷമായി മാറാൻ കഴിയുന്നൊരു സ്ഥിതി. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത് കേരളത്തിൽ നമുക്ക് ചെറിയൊരു തിരിച്ചടി, അത് എന്തുകൊണ്ടാണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് പരിശോധിക്കാൻ കഴിയും എന്നാണ് നമ്മുടെ പാർട്ടി. അത്തരം കാര്യങ്ങൾ പരിശോധിക്കാനും തിരുത്താനും പാർട്ടി തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ തീരുമാനിക്കും. അത്തരം തീരുമാനങ്ങൾ ഉൾപ്പെടെ എടുക്കും. MK സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. K സുലോചന, രതീഷ് കണ്ണമ്പ്ര, G വിശ്വനാഥൻ മാസ്റ്റർ, K അനൂപ് എന്നിവർ സംസാരിച്ചു. LDFന്റെ നേതൃത്വത്തിൽ കാരപ്പറ്റയിൽ നടത്തിയ ആഹ്ലാദ പ്രകടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ചാമുണ്ണി ഉദ്ഘാടനം ചെയ്തു. K നാരായണൻ അധ്യക്ഷനായിരുന്നു. CK നാരായണൻ, M കൃഷ്ണദാസ്, ജയപ്രകാശൻ എന്നിവർ സംസാരിച്ചു. പാലക്കാട് മുനിസിപ്പൽ സ്റ്റാൻഡ് ബസ് ടെർമിനൽ ഉദ്ഘാടനം നിർവഹിക്കാത്തതിൽ പ്രതിഷേധിച്ച് നാഷണൽ ജനതാദൾ നഗരസഭയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് ജില്ലാ വൈസ് പ്രസിഡന്റ് ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. നൌഫിയ നസീർ അധ്യക്ഷയായിരുന്നു. MM വർഗീസ്, സുഗതൻ, വിൻസെന്റ് എന്നിവർ സംസാരിച്ചു. ഈ സമരം വിജയിപ്പിക്കുകയും ആ സമരത്തിന്റെ ഫലമായി ബസ് സ്റ്റാൻഡ് 2 കോടി രൂപ കൊണ്ട് ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചു. പക്ഷേ അതിന്റെ പരിസരവും അതുപോലെ തന്നെ ബസ്സുകൾ പോയി വരുന്ന വഴികളും ചുറ്റുമതിലോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ അത് അങ്ങനെ വീണ്ടും ആ രീതി കണ്ടിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, ആ ബസ് സ്റ്റാൻഡ് ജനങ്ങൾക്ക് ഉപയോഗപ്രദമായി ഒരുക്കി കൊടുക്കാനുള്ള സംവിധാനം ഈ പാലക്കാട് നഗരസഭ അധികൃതർ തയ്യാറാവണം എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാറുള്ളത്. കഞ്ചിക്കോട് പ്രീകോട്ട് കോളനി ഫ്ലൈറ്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ വോളിബോൾ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. V ബിജോയ് അധ്യക്ഷനായിരുന്നു. ഇന്റർനാഷണൽ വോളിബോൾ താരം ശ്രുതിമോൾ, V ഗംഗാധരൻ, M കൃഷ്ണമൂർത്തി, A സുരേഷ് കുമാർ, N രഞ്ജിത്ത്, K രാജേഷ് എന്നിവർ സംസാരിച്ചു. സമ്മർ കോച്ചിങ്ങിന്റെ സമയത്ത് പങ്കെടുക്കാൻ കഴിയുമോ എന്ന് രഞ്ജിത്ത് ചോദിച്ചിരുന്നു. ആ സമയത്ത്
പറഞ്ഞ ഡേറ്റിൽ എത്തുന്നതിന് മുൻകൂട്ടി നിശ്ചയിച്ച ചില പരിപാടികളുടെ ഭാഗമായി ഒരു പ്രയാസം പറഞ്ഞിരുന്നു. ഇതിന് മുൻകൈയെടുത്തിട്ടുള്ള ഫ്ലൈയിങ് ആരോസിന്റെ സംഘാടകർക്ക് പ്രത്യേകമായ അഭിനന്ദനവും സ്നേഹവും ഈ സന്ദർഭത്തിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ മാത്രമല്ല സമ്മാനമായിട്ട് തന്നത് PM കൃഷ്ണയുടെ ഒരു നല്ല പുസ്തകമാണ്. അതിന് പ്രത്യേകമായ നന്ദിയും ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുന്നു. നമുക്കറിയാം, നമ്മുടെ നാടിന്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു മേഖലയായിട്ട് കായിക മേഖല മാറിയിട്ടുണ്ട്. ഗവൺമെന്റ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റ് കേരള എന്ന ഒരു പരിപാടി ഏതാനും മാസം മുമ്പ് നടത്തുകയുണ്ടായി. എങ്ങനെയാണ് കായിക മേഖലയെ വിജ്ഞാന രംഗത്ത് ഉപയോഗപ്പെടുത്തുന്നത് പോലെ സാമ്പത്തിക രംഗത്തും സാമൂഹിക രംഗത്തും നമുക്ക് ഉപയോഗപ്പെടുത്താനാവുക? കിഴക്കഞ്ചേരി ശ്രീ നെടുമ്പറമ്പത്ത് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭാഭിഷേക ചടങ്ങുകൾക്ക് തുടക്കമായി. ജൂൺ 5 മുതൽ 15 വരെയാണ് ചടങ്ങുകൾ നടക്കുന്നത്. ചടങ്ങിനോടനുബന്ധിച്ച് വെള്ളിയാഴ്ച ഗണപതി ഹോമം, മുളപൂജ, ശാന്തി, അത്ഭുത ശാന്തിതൻ ഹോമ കലശാഭിഷേകം, ഉച്ചപൂജ, സ്ഥലശുദ്ധി, അത്താഴപൂജ തുടങ്ങിയ ചടങ്ങുകൾ ഉണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് നമുക്ക് ആവശ്യമെന്ന് KD പ്രസേനൻ MLA. വളർന്നുവരുന്ന തലമുറയ്ക്ക് വേണ്ടി പരിസ്ഥിതി സംരക്ഷണം ഏറ്റെടുക്കേണ്ടത് സമൂഹത്തിന്റെ ആകെ ഉത്തരവാദിത്തമാണെന്നും KD പ്രസേനൻ. സാധാരണക്കാരുടെ മക്കൾക്കും ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാകുന്ന സാമൂഹ്യ സാഹചര്യമാണ് കേരളത്തിലുള്ളതെന്ന് PP സുമോദ് MLA. സാമൂഹ്യ പുരോഗതിക്ക് സന്നദ്ധ പ്രവർത്തകരുടെ പങ്ക് വിസ്മരിക്കാൻ കഴിയാത്തതാണെന്നും PP സുമോദ്. പാലക്കാട് മെഡിക്കൽ കോളേജിനെ തകർച്ചയിൽ നിന്നും തകർച്ചയിലേക്ക് നയിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ തുടരുന്നതെന്ന് മെഡിക്കൽ കോളേജ് പാരന്റ്സ് അസോസിയേഷൻ. മെഡിക്കൽ കോളേജിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പാരന്റ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ കലക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.